ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് എല്ലാ ഡ്രസ്സിനും മാച്ച് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിലേക്ക് നമുക്ക് മെയിൻ വേണ്ടത് വെറൈറ്റി കളേഴ്സ് ഷുഗർ ബീഡ്സ് ആണ്. പിന്നെ ഒരു ഗോൾഡൻ ത്രെഡ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കാനായിട്ടുള്ള നൂലും സൂചിയും വേണം. അപ്പോൾ ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഇതിൽ ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ലൈനിൽ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ത്രെഡ് 2 സ്ട്രാൻഡ്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഡിസൈനിൽ വരച്ചിട്ടുള്ള എല്ലാ ലൈൻസിലും ഇതുപോലത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലവറിന് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ത്രെഡ്, ഇതിപ്പോൾ ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് നടുക്കൊരു സ്റ്റിച്ച് പോലെ കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് നോർമൽ ത്രെഡ് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് തുന്നുന്നത്. ഈ ഒരു ത്രെഡ് ഇങ്ങനെ 4 ആയിട്ടൊന്ന് മടക്കിയിട്ടാണ് ഞാൻ തുന്നി കൊടുക്കുന്നത്. അതിവിടെ ഈ ജസ്റ്റ് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കാം. ഇവിടെ ഞാൻ ഓരോ ഫ്ലവേഴ്സിനും ഓരോ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഷുഗർ ബീഡ്സ് മുഴുവൻ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കുള്ള ഈ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് കളർ ബീഡ് വെച്ചിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് ഈ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന ഈ എല്ലാ റൗണ്ട്സിലും നമുക്ക് വെറൈറ്റി കളർ വെച്ചിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.